സുധീർ മാസ്റ്റർ ജോലിയിൽ നിന്ന് വിരമിക്കുന്നു. കുട്ടികൾ ഒരു ഉദ്യാനത്തിലെ പൂമുട്ടുകൾ പോലെയാണെന്നും ശ്രദ്ധയോടും വാത്സല്യത്തോടും പരിപാലിച്ചെങ്കിൽ മാത്രമേ അവർ വിടർന്ന് ചുറ്റിലും സൗരഭ്യം പരത്തൂ എന്നും വിശ്വസിക്കുന്ന പി സുധീർ മാസ്റ്റർ വൈകാതെ ഈ വിദ്യാലയത്തിന്റെ 70ാം വാർഷികത്തിൽ പടികളിറങ്ങുകയാണ്. പടിഞ്ഞാറത്തറ AUP സ്കൂളിന് അഭിമാനാർഹമായ ഒട്ടേറെ നേട്ടങ്ങൾ നേടിക്കൊടുത്തുകൊണ്ട് നൂറുകണക്കിന് വിദ്യാർത്ഥികളെ ശാസ്ത്രത്തിന്റെയും വിജ്ഞാനത്തിന്റെയും ലോകത്തേക്ക് ആനയിച്ച അച്ഛൻ ശ്രീ CM പുരുഷോത്തമൻ മാസ്റ്ററുടെ പാത പിന്തുടർന്നാണ് ശ്രീ പി സുധീർ 1996 പടിഞ്ഞാറത്തറ AUP സ്കൂളിൽ ഗണിത അധ്യാപകനായി ജോലിയിൽ പ്രവേശിക്കുന്നത്. തുടക്കത്തിൽ ഒരു ജീവിതമാർഗം മാത്രമായിരുന്ന അധ്യാപക വൃത്തി വൈകാതെ ജീവിതം തന്നെയായി സുധീർ മാസ്റ്റർക്ക്. അതോടെ ക്ലാസുകൾ ഘടികാര സൂചികളുടെ പിടിയിൽപ്പെടാതെ സർഗാത്മകമാക്കി മാറ്റാൻ അദ്ദേഹം ശ്രദ്ധിച്ചു. വിദ്യാർത്ഥികളെ സ്വാധീനിക്കാനും അവരുമായി അറിവ് പങ്കിടാനും കഴിയണമെങ്കിൽ അവരെ അടുത്തറിയണമെന്നും അതിന് അവരുടെ ജീവിത പശ്ചാത്തലം അറിയണമെന്നും അനുഭവങ്ങൾ സുധീർ മാസ്റ്ററെ പഠിപ്പിച്ചു. ആ തിരിച്ചറിവ് ഓരോ കുട്ടിയെയും വേറിട്ട് കാണാനും കരുതലോടെ ചേർത്ത് പിടിക്കാനും അദ്ദേഹത്തെ പ്രാപ്തനാക്കി. ഈ AUPSന്റെ ഒരു നെടുന്തൂണ്, ഒരു നട്ടല് തന്നെയാണ് സുധീർ സാറ്. എന്തിനും ഏതിനും ഞങ്ങളോടൊപ്പം നിൽക്കുന്ന, ഞങ്ങളുടെ നേരെ നയിക്കുന്ന, എല്ലാ കാര്യങ്ങൾക്കും പോസിറ്റീവും നെഗറ്റീവുമായ അഭിപ്രായങ്ങൾ പറയുന്ന, ഏതിനും ഞങ്ങളോടൊപ്പം നിൽക്കുന്ന പ്രിയപ്പെട്ട സുധീർ സാറ് ഞങ്ങളോട് യാത്ര പറഞ്ഞ് പോകുമ്പോൾ ഞങ്ങൾക്ക് വളരെയധികം സങ്കടമുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ട സാറിന് എല്ലാവിധ ആശംസകളും ഭാവുകങ്ങളും നേരുന്നു. എൻ്റെ പേര് ഇബ്രാഹിം. ഞാൻ ഈ സ്കൂളിൽ 9 വർഷക്കാലത്തോളം PTA പ്രസിഡൻ്റായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഈ സമയത്ത് ഒക്കെ ഈ പടിഞ്ഞാറ് AUP സ്കൂളിൽ സർവീസ് നടത്തിയ ഒരു വ്യക്തിയാണ് സുധീർ സാറ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പൊതുരംഗത്തും പെയിൻ ആൻഡ് പാലിയേറ്റീവ് രംഗത്തും അതുപോലെ മറ്റു രംഗങ്ങളിലൊക്കെ സജീവ സാന്നിധ്യവും വളരെ ആത്മാർത്ഥമായി അദ്ദേഹത്തിൻ്റെ കർമ്മങ്ങളൊക്കെ നിർവഹിക്കുന്ന ഒരു വ്യക്തിയാണ്. സാറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ചെറുപ്പം മുതലേ അറിയുന്നൊരു വ്യക്തി, ഒരു സഹോദരൻ എന്ന നിലയിലും ഒരു സഹ അധ്യാപകൻ എന്ന നിലയിലും കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. സാറിൻ്റെ നേതൃത്വ പാടവം എന്തുകൊണ്ടും മികച്ചത് തന്നെയാണ്. കറക്റ്റ് സമയത്ത് തീരുമാനമെടുക്കാനും അത് പ്രവർത്തിക്കാനുമുള്ള പ്രാവർത്തികമാക്കാനുള്ള ഒരു കഴിവ് സാറിൻ്റെ കഴിവ് തന്നെയാണ്. സാറിൻ്റെ സ്വദേശം ഇവിടെ തന്നെ ആയതുകൊണ്ട് സാറിന് എല്ലാ തരത്തിലും നല്ല സപ്പോർട്ടുകൾ കിട്ടുകയും നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനും സാധിച്ചിട്ടുണ്ട്. സ്കൂളിൻ്റെ നല്ല രൂപത്തിലുള്ള മികവ് പുലർത്തുന്നതിലും ഒരുപാട് കാര്യങ്ങൾ നല്ല രൂപത്തിൽ ചെയ്യുന്നതിനും സാറിന് സാധിച്ചിട്ടുണ്ട്. 2018 പ്രധാന അധ്യാപകനായി ചുമതലയേറ്റപ്പോൾ മുതൽ സ്കൂളിന്റെ യശസ് ഉയർത്തുന്നതിനുള്ള പരിശ്രമങ്ങളിൽ അദ്ദേഹം വ്യാപൃതനായി. അതിന്റെ ഫലമായി കുട്ടികളുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനയുണ്ടായി. ഒരു USS നേടാൻ പോലും പാടുപെട്ടിരുന്ന വിദ്യാലയത്തെ തേടി 9 സ്കോളർഷിപ്പുകൾ വരെ വന്നെത്തി. ദൂരദിക്കുകളിൽ നിന്നുള്ള കുട്ടികളുടെ യാത്രയ്ക്കായി 2 ബസ്സുകൾ, വൃത്തിയും വെടിപ്പുമുള്ള പാചകപ്പുര, സ്മാർട്ട് ക്ലാസ് റൂമുകൾ എന്നിവയും സുധീർ മാസ്റ്ററുടെ ഉഗ്രത്തായ സമീപനം കൊണ്ട് സ്കൂളിന് കൈവന്ന നേട്ടങ്ങളാണ്. ഇവയെല്ലാം യാഥാർത്ഥ്യമായത് മാനേജ്മെന്റിന്റെയും വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും രക്ഷകർത്തൃ സമിതികളെയും സഹപ്രവർത്തകരെയും ഒപ്പം നിർത്താനും അവരെ മുന്നിൽ നിന്ന് നയിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞതുകൊണ്ടുകൂടിയാണ്. വിദ്യാലയത്തിന്റെ ചുമരുകൾക്കുള്ളിലോ പാഠ്യപദ്ധതികളുടെ ചട്ടക്കൂടിലോ മാത്രം ഒതുങ്ങിയില്ല സുധീർ മാസ്റ്ററുടെ പ്രതിഭ. നല്ലൊരു നാടക പ്രവർത്തകനും ക്രിക്കറ്റ് കളിക്കാരനുമായ സുധീർ മാസ്റ്റർ വിദ്യാർത്ഥികളുടെ കായിക കലാഭിരുചികൾ കണ്ടെത്തി വികസിപ്പിക്കുന്നതിനും അവരെ മത്സരവേദികളിൽ എത്തിക്കുന്നതിനും എന്നും ഉത്സാഹിച്ചു. അദ്ദേഹത്തിന്റെ പ്രേരണയാൽ വിദ്യാർത്ഥികൾ സൃഷ്ടിച്ച പച്ചക്കറിത്തോട്ടം ജില്ലാതലത്തിൽ സമ്മാനങ്ങൾക്ക് അർഹമായി. വിദ്യാലയത്തിന് വെളിയിലേക്കും പരന്നൊഴുകി അദ്ദേഹത്തിന്റെ സേവന താൽപര്യങ്ങൾ. ദീർഘകാലം സംസ്കാര ഗ്രന്ഥശാലയുടെയും പെയിൻ ആൻഡ് പാലിയേറ്റീവിന്റെയും സെക്രട്ടറിയായി അദ്ദേഹം പ്രവർത്തിച്ചു. ഇന്ന് അവയുടെ ഭരണനിർവഹണ സമിതികളിൽ സജീവമായി തുടരുന്നതിനോടൊപ്പം നിർധരി നാട്യ ദൃശ്യകലാ കേന്ദ്രത്തിന്റെ ട്രസ്റ്റികളിൽ ഒരാളായും അദ്ദേഹം സേവനമനുഷ്ഠിക്കുന്നു. ഈ വിദ്യാലയം സപ്തതിയുടെ നിറവിൽ നിൽക്കുമ്പോഴാണ് 27 വർഷത്തെ സാർത്ഥകമായ അധ്യാപക ജീവിതത്തിനൊടുവിൽ സുധീർ മാസ്റ്റർ പടികളിറങ്ങുന്നത്. അനേകമനേകം മനസ്സുകളിൽ അറിവിന്റെ വാതായനങ്ങൾ തുറന്നിട്ട് ജീവിതത്തെ അതിന്റെ സമഗ്രതയിൽ നോക്കിക്കാണാൻ പ്രേരിപ്പിച്ച ശ്രീ സുധീർ മാസ്റ്റർക്ക് ഇനി സമൂഹത്തെ ഒന്നാകെ വെളിച്ചത്തിലേക്ക് നയിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകട്ടെ. വിദ്യാലയത്തിന് വെളിപ്പാടകലെയുള്ള വസതിയിൽ മാതാവ് KT ഭാരതി അമ്മയോടും സഹധർമ്മിണി സ്മിതയോടും മക്കളായ സ്വാതിയോടും സൂര്യയോടുമൊപ്പമുള്ള അദ്ദേഹത്തിന്റെ വിശ്രമജീവിതം കൂടുതൽ അർത്ഥപൂർണവും ആഹ്ലാദഭരിതവുമാകട്ടെ.